അർജന്റീന മത്സരത്തിന്റെ പേരിൽ കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയത് വ്യക്തമായ കരാറില്ലാതെയാണെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. ക്രമക്കേട് അക്കമിട്ട് നിരത്തുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന അന്വേഷണ റിപ്പോർട്ട്. നിശ്ചയിച്ച സമയത്ത് നവീകരണം പൂർത്തിയാക്കിയില്ലെന്നും മാത്രമല്ല, നവീകരണ മേൽനോട്ടത്തിന് ഫലപ്രദമായ സംവിധാനമൊരുക്കാനും അന്ന് കായിക വകുപ്പ് തയ്യാറായിരുന്നില്ല. ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടേതാണ് കലൂർ സ്റ്റേഡിയം. അർജന്റീന മത്സരത്തിനായി സ്റ്റേഡിയം നവീകരിക്കാൻ 2025 സെപ്റ്റംബർ 26 മുതൽ നവംബർ 30 വരെയുള്ള 2 മാസ കാലയളവാണ് നിശ്ചയിച്ചിരുന്നത്. ഇതിനായി സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറി. 70 കോടി ചെലവിൽ സ്റ്റേഡിയം നവീകരിക്കുമെന്നായിരുന്നു സ്പോൺസറുടെ വാഗ്ദാനം. അർജന്റീന മത്സരം നടക്കില്ലെന്ന് വന്നതോടെ നവീകരണം മുടന്തി. സംഭവം വിവാദമായതോടെ നവീകരണത്തിന് കരാറില്ലെന്ന് അന്നത്തെ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ സമ്മതിച്ചു. പിന്നീട് നവീകരണം പൂർത്തിയാക്കാതെ തന്നെ സ്പോൺസർ സ്റ്റേഡിയം GCDക്ക് കൈമാറി. നവീകരണത്തിന്റെ ഭാഗമായി സ്പോൺസർ സ്ഥാപിച്ച വലിയ ഗേറ്റ് കഴിഞ്ഞ മാർച്ച് 7-ന് തകർന്നു വീണു. നവീകരണത്തിന് 70 കോടി മുടക്കിയെന്ന സ്പോൺസറുടെ അവകാശവാദം അന്ന് തന്നെ സംശയമുയർത്തിയിരുന്നു. 125 കോടി മുടക്കിയാൽ പുതിയ സ്റ്റേഡിയം തന്നെ നിർമ്മിക്കാമെന്ന് കായിക രംഗത്തുള്ളവർ പറയുമ്പോൾ നവീകരണത്തിന് മാത്രം 70 കോടി മുടക്കിയെന്ന അവകാശവാദം സംശയം ജനിപ്പിക്കുന്നതാണ്. നടപടിക്രമങ്ങൾ ലംഘിച്ചും സ്പോൺസർക്ക് അമിതാധികാരം നൽകിയും കലൂർ സ്റ്റേഡിയം കൈമാറിയതിൽ ഗുരുതര പ്രശ്നങ്ങളുണ്ടെന്ന് കായിക വകുപ്പ് തന്നെയാണ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. മീഡിയ 1 കൊച്ചി.